വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ശേഷം രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി അത് നിയമമായി മാറിയിരിക്കുകയാണ്. എന്നിട്ടും വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. പല മുസ്ലിം സംഘടനകളും വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ബംഗാളിലും ആസാമിലും മുസ്ലിം സംഘടനകൾ വലിയ പ്രതിഷേധത്തിലുമാണ്. എന്തുകൊണ്ടാണ് ഈ നിയമത്തെ പല മുസ്ലിം സംഘടനകളും നേതാക്കളും എതിർക്കുന്നത്? BJP സർക്കാർ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴൊക്കെ അതിൽ വ്യാപകമായ എതിർപ്പുകൾ മുസ്ലിം സംഘടനകളെ കൂടാതെ കോൺഗ്രസും സ്ഥിരമായി സ്വീകരിക്കുന്നതാണ്. മുത്തലാഖ് നിരോധനവും കാശ്മീരിലെ ആർട്ടിക്കിൾ 370 നിഷ്ക്രിയമാക്കിയതുമൊക്കെ ഏറെ വിവാദമായതായിരുന്നു. എന്നാൽ ഇന്ന് പുരോഗമന മുസ്ലിം സമൂഹവും വനിതകളും മുത്തലാഖ് നിരോധനത്തെ വ്യാപകമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 ഇല്ലാതായതുമൂലം കാശ്മീരിൽ കല്ലേറുകളും പ്രകടനങ്ങളും നിലയ്ക്കുകയും ചെയ്തു. വികസനം വ്യാപകമായി കാശ്മീരിൽ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും എന്താണ് വഖഫ് പ്രശ്നം? വഖഫ് എന്നാൽ അള്ളാഹുവിന്റെ നാമത്തിൽ ദാനം ചെയ്തത് എന്നാണ് അർത്ഥം. ഇപ്പോൾ കൊണ്ടുവന്ന ഈ ഭേദഗതി ബിൽ സാധാരണ മുസ്ലിം ജനതയെ ദോഷമായി ബാധിക്കില്ലെന്നാണ് ഉത്തരേന്ത്യയിലെ പല മുസ്ലിം പണ്ഡിതരും മൗലവിമാരും പറയുന്നത്. ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷന്റെ മൗലാന സാജിദ് റഷീദിന്റെ അഭിപ്രായത്തിൽ വഖഫ് ഭേദഗതിക്കെതിരെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നത് കാലങ്ങളായി ആ സ്വത്തുക്കൾ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് ബോർഡിലെയും മുസ്ലിം പേഴ്സണൽ ബോർഡിലെയും അംഗങ്ങളായ മുസ്ലിം നേതാക്കൾ തന്നെയാണ്. പാർലമെന്റിൽ വഖഫ് ഭേദഗതിക്കെതിരെ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കുകയും ബിൽ വലിച്ചു കീറുകയും ചെയ്ത AIMIM പാർട്ടി തലവൻ അസദുദ്ദീൻ ഒവൈസി ഹൈദരാബാദിൽ വഖഫിന്റെ 5000 കോടി രൂപ വില വരുന്ന വസ്തുവകകൾ വർഷങ്ങളായി കൈവശം വെച്ച് അനുഭവിച്ചു വരികയാണ്. അതിൽ സ്കൂളുകൾ, ആശുപത്രികൾ, കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, കടകൾ ഒക്കെയായുള്ള വാടക തന്നെ കോടികളാണ് മാസം തോറും അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതുപോലെ സമുദായത്തിലെ ഉന്നതർ പലരും ഈ സ്വത്തുവകകൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ്. വഖഫ് സ്വത്തുക്കൾക്ക് കൃത്യമായി കണക്കുകളോ ഓഡിറ്റോ ഇല്ലാത്തതാണ് ഇതിനു കാരണം. ഈ സ്വത്തുക്കളുടെ യഥാർത്ഥ ഉപഭോക്താക്കളാകേണ്ടത് മുസ്ലിം സമുദായത്തിലെ അശരണരും ദരിദ്ര വിഭാഗങ്ങളുമാണ്. അവർക്കത് ലഭിക്കുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ വസ്തുത. അതുപോലെ തന്നെ വഖഫ് ബോർഡിലെ മറ്റു പലരും സമാനമായ രീതിയിൽ വഖഫ് സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ശക്തമായ ആരോപണം. മുസ്ലിം പേഴ്സണൽ ബോർഡിലെ ഒരു മെമ്പർ മാത്രം രാജസ്ഥാനിൽ വഖഫിന്റെ ഏക്കർ കണക്കിന് ഭൂമിയാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നതെന്നും മൗലാന സാജിദ് റഷീദ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ, ആർമി എന്നിവ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് വഖഫിന്റെ പക്കലാണുള്ളത്. അതായത് 1.2 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന 9.4 ലക്ഷം ഏക്കർ ഭൂമിയും അതിൽ 8.7 ലക്ഷം വിവിധ നിർമ്മിതികളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ ഒട്ടാകെയുള്ള വഖഫ് ഭൂമി. ഇസ്ലാമിൽ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രകാരം ദരിദ്രർക്കും, രോഗികൾക്കും, അനാഥർക്കും, വിധവകൾക്കും, അശരണർക്കും വേണ്ടി വ്യക്തികളും സംഘടനകളും ദാനമായി നൽകിയതാണ് ഈ വഖഫ് ഭൂമികളും സ്വത്തുക്കളുമെല്ലാം. ഇന്ത്യയിൽ മൊത്തമായി നോക്കിയാൽ മുസ്ലിം സമുദായത്തിലെ 90% ജനവിഭാഗങ്ങളും പിന്നോക്കാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇത്രയധികം വഖഫ് സ്വത്തുക്കൾ ഉണ്ടായിട്ടും അതിന്റെ ഗുണഭോക്താക്കൾ എന്തുകൊണ്ട് ഇവരല്ല എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്. മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ പിന്നോക്കാവസ്ഥയും പരിഹരിക്കാൻ ഈ വഖഫ് സ്വത്തുകൾ പര്യാപ്തമാണെന്ന് പല മതപണ്ഡിതരും അഭിപ്രായപ്പെടുന്നുണ്ട്. 1995 വഖഫ് സ്വത്തുക്കൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ 2024 എല്ലാ വഖഫ് സ്വത്തുക്കളും ജില്ലാ കളക്ടർ കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്യണം. മുൻപ് വഖഫ് ദാനം നൽകുന്നതിൽ വ്യക്തമായ വിവരണമോ കൂടാതെ സർക്കാർ ഭൂമി വഖഫായി പ്രഖ്യാപിക്കുന്നതിൽ വ്യക്തതയോ ഇല്ലായിരുന്നു. 2024 നിയമത്തിൽ വഖഫ് നൽകുന്നത് സ്വത്തിന്റെ അഥവാ ഭൂമിയുടെ ഉടമ തന്നെ ആയിരിക്കണം. മറ്റൊന്ന്, സർക്കാർ ഭൂമി വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നതാണ്. കൂടാതെ ജില്ലാ കളക്ടർ വഖഫ് ഭൂമി സ്വത്ത് വിവാദത്തിൽ അന്തിമ തീരുമാനമെടുക്കും. വാക്കാലുള്ള അംഗീകാരം സ്വീകാര്യമല്ല. നിയമപരമായ രജിസ്ട്രേഷൻ ഇല്ലാതെയുള്ള വഖഫ് കൈമാറ്റം വിവാദമായി കണക്കാക്കും. വിവാദത്തിൽ ഇനി മുതൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാവുന്നതാണ്. കൂടാതെ വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളും ഒരു വനിതാ അംഗവും ഉണ്ടായിരിക്കുമെന്നതും പുതിയ മാറ്റമായിരുന്നു. ഷിയ, സുന്നി, ബോഹ്റ, അഖാറ, അഗാഖാനി തുടങ്ങിയ പിന്നോക്ക മുസ്ലിം വിഭാഗങ്ങൾക്ക് വഖഫ് ബോർഡിൽ സ്ഥാനം നൽകപ്പെടുകയും ചെയ്യും. പുതിയ ഭേദഗതിയിൽ വഖഫ് സ്വത്തുക്കളുടെ വിവരണം ഡേറ്റ ബേസ് പോർട്ടലിൽ തയ്യാറാക്കാനും വഖഫ് ഭൂമി തെറ്റായി പ്രഖ്യാപിക്കുന്നത് തടയാനുമുള്ള പുതിയ വകുപ്പുകൾ 3A, 3B, 3C ചേർക്കാനും നിർദ്ദേശമുണ്ട്.